നമ്മുടെ ഈ സമിതി നേടുന്ന പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാനായ സമുദായ സംരക്ഷണയുടെ ആദ്യകാല പ്രസിഡന്റ്, ഇപ്പോൾ നമ്മുടെ രക്ഷാധികാരിയുമായിരിക്കുന്ന ശ്രീ എബ്രഹാം നടുവത്രയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സമുദായ സ്നേഹികളെ, ഈ സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം രൂപം കൊണ്ടിട്ടുള്ള KSSൻ്റെ മൂന്നാമത്തെ ഭരണസമിതിയാണ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഈ സമുദായം നാശത്തിലേക്ക് ചെന്നെത്തുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ കൂട്ടായ്മ, ഈ പ്രസ്ഥാനം 2018 ആരംഭിച്ചത്. അതുപോലെ തന്നെ രൂപതാ നേതൃത്വത്തിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ലാതിരുന്ന സാഹചര്യത്തിലുമാണ് ഈ സംഘടന നിലവിൽ വന്നത്. തുടക്കം മുതൽ തന്നെ വളരെ കാര്യക്ഷമതയോടെ ലോകം മുഴുവനുമുള്ള സ്വീകാര്യത ലഭിക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു, ഈ മൂവ്മെൻറ്റ് കഴിഞ്ഞു എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യത്തെ 4 വർഷം ഈ സംഘടന നയിക്കാൻ കഴിഞ്ഞ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും, ഈ സംഘടനയെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അത് രൂപതാ നേതൃത്വമായാലും ശരി, ഈ സംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവരായാലും ശരി, ഇതിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ സംഘടന അതിൻ്റെ ഏത് ലക്ഷ്യത്തിനാണോ ആരംഭിച്ചത് ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിയിട്ടുമില്ല. പക്ഷേ ഒരു പ്രാവശ്യം ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന ഒരു ദൗത്യം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അത് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ മേഖലയിലേക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അതൊഴിച്ചാൽ ഈ സമുദായത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ, പ്രവർത്തിക്കാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു എന്നത് വളരെ സത്യമാണ്. രൂപതാ നേതൃത്വത്തിൻ്റെ സമുദായ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും വിമർശിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കുവാനും ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. അതുകൂടാതെ നിരവധി കേസുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ കോട്ടയം രൂപതയുടെ വ്യതിരക്തതയെ ഇല്ലാതാക്കി, നമ്മുടെ പാരമ്പര്യമായ സ്വവംശ വിവാഹ നിഷ്ഠയെ ഇല്ലാതാക്കി, പാലാ ചങ്ങനാശ്ശേരി രൂപതകൾ പോലെയുള്ളൊരു രൂപതയാക്കി കോട്ടയം രൂപതയെ മാറ്റിയെടുക്കുവാനുള്ള ഗൂഢപദ്ധതി നമ്മൾ മിക്ക സ്ഥലത്തും പോയി വിശദീകരണ യോഗങ്ങൾ വഴി നമ്മൾ അവരെ ബോധവാന്മാരാക്കി, ജനങ്ങളെ ബോധവാന്മാരാക്കാൻ പരിശ്രമിച്ചു. അതുമാത്രമല്ല, നമ്മൾ പറയുന്നത് വ്യക്തതയോടെ, ഒരു തെറ്റും കൂടാതെ രേഖകളോടെ ആയിരുന്നു നമ്മൾ ജനങ്ങളിലേക്ക് ഈ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അക്കാരണത്താൽ തന്നെ ഈ സംഘടനയെ നിർവീര്യമാക്കാനും താറടിച്ച് കാട്ടാനും രൂപതാ നേതൃത്വം മുതിർന്നിരുന്നു. ഈ KSSകാർ സഭാവിരുദ്ധരാണെന്നും സമുദായ വിരുദ്ധരാണെന്നും വൈദിക വിരുദ്ധരാണെന്നും അതുപോലെ തന്നെ അവർ പറഞ്ഞാൽ വിശ്വസിക്കരുതെന്നും പറഞ്ഞ് ജനങ്ങളിൽ പറഞ്ഞ് പരത്തുകയായിരുന്നു. എന്തായാലും ഈ രൂപതാ നേതൃത്വത്തോട് ഒരു വാക്ക്, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല. ഇത് തീയിൽ കുരുത്തതാണ്, വെയിലത്ത് വാടില്ല. ഈ സമുദായത്തെ സീറോ മലബാർ ലയിപ്പിക്കാനും ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. അതിനുവേണ്ടി മരണം വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ എൻ്റെ പ്രിയമുള്ള ഈ സമുദായത്തെ സ്വജീവനെ പോലെ കരുതുന്ന നിങ്ങളോടൊരു വാക്ക്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ കണ്ടാൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടണം. തെറ്റുകൾ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാ കുറവുകളും പരിഹരിച്ച് അതിശക്തമായി ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകേണ്ടത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു നല്ല ടീമിനെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളത്. അവരോട് ചേർന്ന് നിന്ന് സഹകരിക്കണമെന്ന് ഒരഭ്യർത്ഥന നിങ്ങളോട് പറയാനുണ്ട്. എന്തായാലും ഈ സമുദായം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ തെക്കുംപാകരുടെ ഏക പ്രതീക്ഷയായ KSSന് ഒരു പുത്തൻ
ഉണർവ് നൽകുവാൻ നമ്മുടെ പുതിയ KSS ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.